റെൻറ്റ് വേഴ്സസ് ഇ എം ഐ. പൊതുവേ ഇ എം ഐ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ഇത് നമുക്ക് തുടർച്ചയായിട്ട് അടക്കാൻ പറ്റുമോ, ഇത് അടച്ചില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അടച്ചില്ലെങ്കിൽ കയ്യിലുള്ളതും കൂടി കൊണ്ട് ബാങ്ക് പോകുമോ, ഇങ്ങനെ കുറേ കൺസേൺസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ കൺസേൺസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലരും തീരുമാനിക്കുന്നത് നമുക്ക് ഇ എം ഐ വേണ്ട, നമുക്ക് തൽക്കാലം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചാൽ മതി എന്ന് ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഈ ഇ എം ഐയോടുള്ളൊരു ഭയം കൂടി കൊണ്ടാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൃത്യമായ ധാരണയോടുകൂടിയും പ്ലാനിങ്ങോടുകൂടിയും മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും റെൻറ്റിനേക്കാൾ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഒരു ഇ എം ഐ, അതായത് ഒരു ലോൺ എടുത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ റെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു എമൗണ്ടാണ്. അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. തൽക്കാലത്തേക്ക് നമുക്കൊരു സമാധാനം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു കംഫർട്ട് സോണിൽ നിൽക്കും. പക്ഷേ നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അടിസ്ഥാന കാര്യം ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഇ എം ഐ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ വരുമാനത്തിൻ്റെ സാലറി ആണെങ്കിൽ സാലറി, മറ്റുള്ള രീതിയിലുള്ള ഇൻകം ആണെങ്കിൽ അങ്ങനെ എന്ത് തന്നെ ആയാലും മന്ത്ലി നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 50% കൂടുതൽ നമ്മൾ എല്ലാ ഇ എം ഐകളും കൂടിയിട്ട് ഉൾപ്പെടെ അടക്കേണ്ടതായിട്ട് വരരുത്. അതായത് നമുക്കിപ്പോൾ ഒരു 1,00,000 രൂപ നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ, മാസ വരുമാനം ഉണ്ടെങ്കിൽ കാറിൻ്റെ ഇ എം ഐ, വീടിൻ്റെ ഇ എം ഐ, മറ്റുള്ള ലോണുകളുണ്ടെങ്കിൽ അതിൻ്റെ ഇ എം ഐ, ഇതെല്ലാം ചേർത്ത് നമുക്ക് 50,000 രൂപ കൂടുതൽ വരരുത്. ഇതാണ് ഒരു ബേസിക് കാൽക്കുലേഷൻ. അപ്പോൾ ഈ 50,000 രൂപയിൽ കൂടുതൽ വരാത്ത രീതിയിൽ നമ്മൾ ഇ എം ഐ പ്ലാൻ ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.